മഹാശിവരാത്രി ഇന്ന് രാത്രി മുതൽ ബുധനാഴ്ച ഉച്ചവരെ നീളുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളെ വരവേൽക്കാൻ ആലുവ മണപ്പുറവും മഹാശിവക്ഷേത്രവും ഒരുങ്ങി. ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി എത്തുന്ന ഭക്തജനലക്ഷങ്ങളെ സ്വീകരിക്കാൻ ആലുവ ശിവരാത്രി മണപ്പുറം ഒരുങ്ങി. പെരിയാർ തീരത്ത ബലിത്തറകളുടെയും താൽക്കാലിക ഓഫീസുകളുടെയും നിർമ്മാണം പൂർത്തിയായി. പിതൃമോക്ഷ കർമ്മങ്ങൾക്കായി തിങ്കളാഴ്ച വൈകിട്ടോടെ ഭക്തജന പ്രവാഹം ആരംഭിക്കും. ബുധനാഴ്ച അമാവാസിയായതിനാൽ ബലികർമ്മങ്ങൾ അന്നുവരെ തുടരും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യമായെങ്കിലും പുഴക്കരയിൽ 258 ബലിത്തറകൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ VS ബാലാജി. ക്ഷേത്രത്തിന് ഉള്ളിൽ സ്ഥിരമായുള്ള കൗണ്ടറുകൾ കൂടാതെ തന്നെ ഭക്തജന തിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ടി ഭക്തജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ക്ഷേത്ര കവാടത്തിൽ തന്നെ ഏകദേശം 6ഓളം പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിക്കുന്നുണ്ട്. മഹാദേവ ക്ഷേത്രത്തിൽ അർദ്ധരാത്രി ശിവരാത്രി വിളക്കോടെയാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. തന്ത്രി ചേന്നാസ് പരമേശ്വരൻ നമ്പൂതിരി, മേൽശാന്തി മുല്ലപ്പള്ളി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. സ്ഥിരം നടപ്പാലം വന്നതോടെ ഇക്കുറി തിരക്ക് കൂടുമെന്നാണ് കരുതുന്നത്. മണപ്പുറത്ത് താൽക്കാലിക നഗരസഭാ ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം എന്നിവ ആരംഭിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തിനായി പുഴയിലിറങ്ങുന്നവരുടെ സുരക്ഷയ്ക്കായി നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ സുരക്ഷയ്ക്കായി റൂറൽ പോലീസ് മേധാവി GH യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ 10 DYSP, 30 CI, 164 SI, 1500 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെയും വിന്യസിച്ചിട്ടുണ്ട്. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന വാണിജ്യമേളയുടെ ഒരുക്കങ്ങളും പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.